അപ്പോൾ 2023 കഴിഞ്ഞ കൊല്ലമാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണാനന്തര അവയവദാനം, അതായത് ദാതാക്കൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷമാണ് നമുക്ക് അവയവം ദാനം ചെയ്തത്. അത് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര മരണാനന്തര അവയവദാനം ഇന്ത്യയിൽ കഴിഞ്ഞ 2023 നടന്നു എന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ചെയ്യാമോ? ഗസ് ചെയ്താൽ മതി, കറക്റ്റ് ആവണമെന്നില്ല. 500. ഒരാൾ 500 പറഞ്ഞു, ഒരാൾ 1000 പറഞ്ഞു. ആ ശരി, ഓക്കെ. എന്തായാലും 10,000 ആരോ പറഞ്ഞു, എന്നാലും അത്രയില്ല. നമുക്ക് 1099 ഡിസീസ്ഡ് ഡോണേഴ്സ് ആണ് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ടോട്ടൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ടൈമാണ് 1000 എന്നുള്ളൊരു മാർക്ക് ഓൾ ഓവർ ദ കൺട്രി നമ്മൾ ഫസ്റ്റ് ടൈമാണ് 1000 മുകളിൽ എത്തുന്നത്. അതിന് മുമ്പിലത്തെ വർഷം 941 ആണ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പിലത്തെ വർഷം ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷമാണ് ആദ്യമായി 1000 മുകളിൽ മരണാനന്തര അവയവദാനത്തിന് ആൾക്കാർ മുന്നിട്ട് വരികയും അത് ഇത്രയും ഒരു വലിയ നമ്പറിൽ ചരിത്രത്തിൽ ആദ്യമായി 1000 മുകളിൽ കിടക്കുകയും ചെയ്തത്. സോ ഇതുപോലുള്ള അവയർനെസ് ക്ലാസ്സസ് അതിനകത്ത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള PRS ഗ്രൂപ്പിൻ്റെ, PRS ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള അടുത്ത ചോദ്യം, ഈ നമ്പേഴ്സ് ആക്ച്വലി വളരെ വലുതാണോ എന്നുള്ളതാണ്. വലുതാണോ? അത് ഇതിലും കൂടുതൽ മുന്നോട്ട് പോകാനുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് ലോകമെമ്പാടും ഈ ഡിസീസ്, അതായത് മരണാനന്തര അവയവദാനം എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കണക്കാക്കാനുള്ള ഒരു മെട്രിക്സ് എന്ന് വെച്ചാൽ ഡൊണേഷൻസ് പെർ മില്യൺ പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഏകദേശം ഒരു ഡൊണേഷനിൽ താഴെയാണ് ഓരോ മില്യൺ പോപ്പുലേഷനും ഇന്ത്യയിൽ, ഓരോ മില്യൺ പോപ്പുലേഷനിലും ഒരു ഡൊണേഷനിൽ താഴെയാണ് ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. വേറെ വളരെ നല്ല രീതിയിൽ ഉള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. അതായത് സ്പെയിൻ, USA പോലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 50 പേരെങ്കിലും ഓരോ മില്യൺ പോപ്പുലേഷനും മരണാനന്തര അവയവദാനത്തിനായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറേ രാജ്യങ്ങൾ പെർ 20-30 ആ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാലായിട്ട് കാണാൻ പറ്റും, ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ ഇത് കേരളത്തിനെ പറ്റിയുള്ളൊരു ഡേറ്റയാണ്. ഏകദേശം 50,000-ഓളം ആളുകളാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആയിട്ട് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാം, അതായത് മൃതസഞ്ജീവനി പദ്ധതി 2012 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതുവരെ, അതായത് 2024 വരെ ഇത്ര നീണ്ട കാലയളവിൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിലൂടെ വെറും ഏകദേശം 650-ഓളം ആൾക്കാർക്ക് മാത്രമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് മരണാനന്തര അവയവദാനത്തിലൂടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു നമ്പർ, ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ഡിമാൻഡാണ് ഈ അവയവം സ്വീകരിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും, ആ ബ്ലൂ കളറിലുള്ളത് അവയവം സ്വീകരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമാണ് അവയവം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും പ്രശ്നം? അതിനകത്ത് ഡിമാൻഡ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു, എന്നാൽ അതിൻ്റെ ലഭ്യത വളരെ കുറവ്. എന്തായിരിക്കും പ്രശ്നം? അവയർനെസ്. ഓക്കെ. വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മരണാനന്തര അവയവദാനം അത്ര ആൾക്കാർ ടേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ഓർഗൻസ് നൽകേണ്ടതായിട്ട് വരുന്നു. അത് ഒരിക്കലും മോശം കാര്യമല്ല. പക്ഷെ നമ്മൾ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മരണാനന്തര അവയവദാനത്തിലൂടെ തന്നെ ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ അവയവം ദാനം ചെയ്യേണ്ടതായിട്ട് വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. ബാക്കി വികസിത രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ ഇന്ത്യയിൽ ലിവിങ് ഡൊണേഷൻ 93%, ഡിസീസ്ഡ് ഡോണർ ഡൊണേഷൻ
7% വരുന്നത്. ബാക്കി വികസിത രാജ്യങ്ങളിലൊക്കെ നേരെ റിവേഴ്സാണ്. അതായത് ഡിസീസ് ഡോണറിലൂടെ ഏകദേശം 90%, ലിവിങ് ഡൊണേഷൻസിലൂടെ 10% ആയിരിക്കും അവരുടെ ഓർഗൻ നീഡ്സ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് പ്രോബ്ലം നമ്മുടെ ഇടയിലുണ്ട്. ഈ ലിവിങ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും ആ ഡോണേഴ്സ് അവരുടെ ഓർഗൻസ് കൊടുത്തു കഴിഞ്ഞാൽ 100% ഹെൽത്തി ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കുറച്ച് ഫോളോ അപ്പ് വേണ്ടി വരും. ബൈ ചാൻസ് അവർക്ക് എന്തെങ്കിലും സർജിക്കൽ റിസ്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരും ആ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മരണാനന്തര അവയവദാനം പ്രൊമോട്ട് ചെയ്യാനാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇനി ഇതോടൊപ്പം വേറൊരു വിപത്ത്, ഒരു സോഷ്യൽ പ്രോബ്ലം കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് പല ന്യൂസ് ആർട്ടിക്കിളിലും കാണാൻ പറ്റും അവയവ മാഫിയ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ഷോർട്ടേജ് മുതലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള സാമൂഹിക വിപത്തൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഉയർന്നു പൊങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ മരണാനന്തര അവയവദാനം നമ്മൾ എത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നു അത്രയധികം നമ്മുടെ ആരോഗ്യത്തിനും ബാക്കി സോഷ്യൽ കോസിനും എല്ലാത്തിനും നല്ലതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മരണാനന്തരം ഒരാൾ അവരുടെ അവയവം ദാനം ചെയ്യാനായിട്ട് റെഡിയാണെങ്കിൽ എത്ര ജീവിതം രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റായിട്ട് സോളിഡ് ഓർഗൻസ് ത്രൂ ആയിട്ട് ഒരു 8 ജീവൻ വരെ ഒരു ഡിസീസ് ഡോണറിലൂടെ രക്ഷിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സോളിഡ് ഓർഗൻസ് മാത്രമല്ലാതെ പല ടിഷ്യൂസും, അതായത് കോർണിയ, ബോൺസ്, സ്കിൻസ്, ബ്ലഡ് വെസൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവയവദാനത്തിലൂടെ, അതായത് ടിഷ്യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതിന് ശേഷം പല ടിഷ്യൂസും നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 8 lives ബട്ട് മച്ച് മോർ ദാൻ ദാറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഈ അവയവം കിട്ടിയ ഒരു വ്യക്തിയോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമുക്കിപ്പോൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് സെൻ്ററാണ്. അപ്പോൾ ഒരു ഡയാലിസിസിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും ഓരോ ആഴ്ചയിലും ഡയാലിസിസിന് വേണ്ടി വരേണ്ടി വരുന്നു. അവരുടെ ഒപ്പം അവരുടെ വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ വരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് 2 പേർക്കും ജോലി നഷ്ടമാവുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി കുറേ അവരുടെ സാമ്പത്തികമായി കുറേ പൈസ ചെലവഴിക്കേണ്ടി വരുന്നു. സോ ഇങ്ങനെ ഒരു എൻഡ് സ്റ്റേജ് ഓർഗൻ ഫെയിലിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ അവരുടെ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ അവയവം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമായിരിക്കില്ല ഒരു ഡിസീസ് ഡോണർ രക്ഷിക്കുന്നത്, ആ ഒരു മൊത്തം കുടുംബത്തെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. മേ ബി ഡയാലിസിസ് സെൻ്ററിലൊക്കെ നിങ്ങൾ സ്ഥിരം പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ കൂടുതൽ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത്. അപ്പോൾ നമുക്കിത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം അവയവം ദാനം ചെയ്യാനായിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ സിഞ്ചു സാറ് സംസാരിക്കുന്നതായിരിക്കും. എന്നാലും ടിഷ്യൂസ്, അതായത് ഇപ്പോൾ കോർണിയ പോലെയുള്ള കോർണിയൊക്കെ എടുക്കുന്നതിന് സ്വാഭാവിക മരണം, സർക്കുലേറ്ററി ഡെത്ത് ആണെങ്കിൽ നമുക്ക് മരണാനന്തരം അത് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ബാക്കി അവയവങ്ങൾ, അതായത് ഇപ്പോൾ ഹാർട്ട് അല്ലെങ്കിൽ പാൻക്രിയാസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്തിലൂടെ മാത്രമാണ് ഒരാളിൽ നിന്ന് റിട്രീവലിന് പറ്റുകയുള്ളൂ. അപ്പോൾ ബ്രെയിൻ സ്റ്റെം ഡെത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആയിരിക്കാം. അപ്പോൾ ഈ കാണുന്നത്, അതായത് തലയ്ക്ക് ഭയങ്കര ക്ഷതമേൽക്കുന്ന ഒരവസ്ഥ, പ്രധാനമായിട്ടും റോഡ് ട്രാഫിക് ആക്സിഡൻസ് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ 3 വർഷത്തെ ഡേറ്റയാണ്. 2021 മുതൽ 22, 23 വരെ നമ്മുടെ കേരളത്തിൽ ഏകദേശം 12,000-ഓളം ആളുകൾ റോഡ് ട്രാഫിക് ആക്സിഡൻസിലൂടെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ മൊത്തം മരണാനന്തര അവയവം ദാനം ചെയ്തിരിക്കുന്നവർ വെറും 57 ആൾക്കാർ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 500 പേരെങ്കിലും ബ്രെയിൻ ഡെത്ത് ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവർ ബ്രെയിൻ ഡെത്ത് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഏകദേശം 8 പേർക്ക് ഒരു പുതുജീവൻ നൽകാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 500 പേര് 500 പേർക്ക് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുകയും അവർ ഓർഗൻ ഡൊണേഷന് വില്ലിങ് ആയി കഴിഞ്ഞാൽ തന്നെ 500 × 8 എന്ന് പറഞ്ഞ് ഏകദേശം 4000-ഓളം ആളുകളും അവരുടെ കുടുംബങ്ങളും രക്ഷപ്പെട്ടേനെ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഈ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടാണ് സൈഡിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്
ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കാത്തത്? എന്താണ് അതിനൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്? ഒന്ന്, നമ്മുടെ ഇടയിലുള്ള ആ ഒരു അറിവ്, ഇങ്ങനെ മരണാനന്തര അവയവം ദാനം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്ന് നമുക്ക് പൊതുവെ ഒരു അറിവില്ലാത്തത് ഒരു കാരണമായിരിക്കാം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ സർട്ടിഫൈ ചെയ്യാൻ അതിൻ്റെ റിസോഴ്സസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫ്സിന് അതിൻ്റെ ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ലീഗൽ പ്രൊസീജിയേഴ്സിലുള്ള കോംപ്ലിക്കേഷൻസ് പേടിച്ചായിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കേസോട്ട് മുഖാന്തരം അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസ്സിങ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി കേസോട്ടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ കപ്പാസിറ്റിയിലുള്ള അനുസരിച്ച് നമ്മളത് മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിലും ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് മുന്നോട്ട് വരാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ സ്റ്റെം ഡെത്തിനെ കുറിച്ച് കൂടുതൽ സിഞ്ചു സാറ് സംസാരിക്കുന്നതായിരിക്കും. എന്നാലും ബ്രെയിൻ സ്റ്റെം ഡെത്ത് എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഓടി വന്ന് ഒരാൾ ജസ്റ്റ് ഒരു ഡോക്ടർ വന്ന് ഇയാൾ ബ്രെയിൻ ഡെത്ത് ആയി എന്ന് പറഞ്ഞ് നമുക്ക് സർട്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് കൃത്യമായി ഗവൺമെൻറ് മാനദണ്ഡങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരാളെ ബ്രെയിൻ ഡെത്ത് ആണെന്ന് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ വേണ്ടത് 4 ഡോക്ടേഴ്സാണ്. ആ 4 ഡോക്ടേഴ്സിൽ 2 പേര് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിർബന്ധമായിട്ട് ഉണ്ട്. അതായത് ഒരു മെഡിക്കൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻചാർജ്, പിന്നെ ആ പേഷ്യൻറ്റിനെ ഇത്ര നാൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ. അതുകൂടാതെ കേസോട്ടം മുഖാന്തരം എംപാനൽ ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് അതിനുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ സ്കിൽഡ് ആണ് എന്നുള്ള രീതിയിൽ പരിശോധന നടത്തിയതിന് ശേഷം കേസോട്ടോ മുഖാന്തരം ഇവർ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് സ്കിൽഡ് ആണെന്ന് പറഞ്ഞ് എംപാനൽ ചെയ്തിരുന്ന കുറച്ച് ഡോക്ടേഴ്സ്. അങ്ങനെ ഈ 2 പേര് നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടും പിന്നെ ട്രീറ്റിംഗ് ഡോക്ടറും പിന്നെ 2 എംപാനൽ ഡോക്ടേഴ്സും, ഈ 4 പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഡോക്ടേഴ്സ് കുറേ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റുകളുണ്ട് ഇത് ബ്രെയിൻ ഡെത്ത് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് 6 മണിക്കൂർ ഇൻ്റർവെല്ലിൽ 2 പ്രാവശ്യം ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ബ്രെയിൻ ഡെത്ത് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കുക. ഇനി ഇതിലും കൂടുതൽ പലർക്കും ഇനി സംശയം ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇത് വീഡിയോ റെക്കോർഡഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റേതായ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ അത് ഹാജരാക്കേണ്ടതുമാണ്. സോ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഒരാൾ ബ്രെയിൻ ഡെത്ത് ആണോ അല്ലയോ എന്നുള്ളത് സർട്ടിഫിക്കേഷന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇനി ബ്രെയിൻ ഡെത്തും സർക്കുലേറ്ററി ഡെത്തും സ്വാഭാവികമായിട്ടൊരു ഹാർട്ട് നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ മരണപ്പെടുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ലീഗലി ആൻഡ് മെഡിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് ഒരാളുടെ മരണം തന്നെയാണ്. അത് ലോ പ്രകാരം സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയും ഇതുവരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആർക്കാണ് അവയവം ദാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവരുടെ ജെൻഡറോ ഒന്നും കണക്കാക്കാതെ തന്നെ ആർക്കും അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ 8 അവയവം വരെ ഒരാളിൽ നിന്ന് ദാനം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷേ പലരിലും 8 അവയവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 കിഡ്നി അങ്ങനെ നമ്പേഴ്സ് ഉൾപ്പെടും. എന്നാലും ചിലപ്പോൾ എല്ലാ അവയവങ്ങളും എല്ലാവരിൽ നിന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരാളിൽ നിന്ന് ചിലപ്പോൾ 2 കിഡ്നി മാത്രമായിരിക്കും എടുക്കാൻ പറ്റുന്നത്, വേറെ ആളിൽ നിന്ന് ചിലപ്പോൾ ലിവർ ആയിരിക്കും, വേറെ ആളിൽ നിന്ന് ഹൃദയം മാത്രമായിരിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ മെഡിക്കൽ സ്റ്റാറ്റസും എല്ലാം മരണശേഷം വിലയിരുത്തിയതിന് ശേഷമാണ് അതിൻ്റെ അലോക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ചില അസുഖങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയാൾക്ക് സെപ്റ്റിസീമിയ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഓർഗൻ ഡോണറായിട്ട് അയാളെ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങൾ ഇപ്പോൾ BP ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ അതൊന്നും വലിയ പ്രശ്നമാറില്ല. ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ അവയവങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റണമെന്നില്ല. എന്നാലും ഒട്ടുമിക്ക കേസുകളിലും പലരുടെയും അവയവങ്ങൾ ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ലിവിങ് ഡോണർ ആണെങ്കിൽ, അതായത് നമ്മളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് സ്വമേധയ നമ്മൾ കൺസെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലരും ചോദിക്കുന്നത് എന്തെങ്കിലും ഡിസ്ഫിഗർമെൻറ്റ്, നമ്മൾ അവയവം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള വികൃതമാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, ഒരു
ഭയങ്കര പ്രസിഷനോട് കൂടിയുള്ള സർജിക്കൽ ഇൻസിഷൻസ് വഴിയാണ് നമ്മുടെ അവയവങ്ങളെല്ലാം തന്നെ എടുക്കുന്നത്. ഈവൻ നമ്മുടെ കണ്ണ് കോർണിയ കൊടുക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് അധികം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയൊരു ഇൻസിഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ കേരളത്തിലെ പ്രോഗ്രാം ഇതുവരെ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ കാണിച്ചിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോവാം. ഇതിൻ്റെ ഹെഡിങ് കണ്ടാൽ മനസ്സിലാവും. കേരള വാസ് വൺസ് ഇൻ ഫോർഫ്രണ്ട് ഓഫ് ദ ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ ബട്ട് നോട്ട് എനിമോർ എന്നുള്ളത്. അന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മരണാനന്തര അവയവദാന പ്രോഗ്രാമിൽ വളരെ മുന്നിട്ട് നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലല്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? പലർക്കും അറിയായിരിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് മീഡിയ, സിനിമ അതുപോലെയുള്ളത്. അപ്പോൾ നമുക്ക് 2018 ഈ ജോസഫ് സിനിമ വരുന്നത് വരെ നമ്മൾ അത്യാവശ്യം അന്ന് വെച്ചാൽ മോളിവുഡിലെ ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് നമ്മുടെ പ്രോഗ്രാമിന് വലിയൊരു ഹിറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കഥയാണ്, അല്ലാതെ അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്നതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ നോക്കിക്കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ടിങ്ങിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്, അങ്ങനെ ഇൻസ്പയർഡ് മൂവിയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോസഫ് സിനിമയിൽ പ്രവർത്തിച്ച ആൾക്കാർ തന്നെ പിന്നീട് അതൊരു കഥാസൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ചെറിയ ക്ലാസ്സുകൾ അതിന് ഒരു മാറ്റം സൃഷ്ടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇപ്പോൾ ജോസഫ് സിനിമയിൽ കാണുന്ന പോലെ പെട്ടെന്ന് ഒരാളെ വഴിയിൽ വെച്ച് അങ്ങ് തല്ലി കൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ ബ്രെയിൻ ഡെത്താണെന്ന് അങ്ങ് സ്ഥിരീകരിച്ച് ഇഷ്ടമുള്ള ഒരാൾക്ക് അവയവം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കൺസെപ്റ്റ്. പക്ഷേ നമുക്ക് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 4 പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡ് 6 മണിക്കൂർ ഇൻ്റർവെല്ലിൽ ഈ കുറേ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അത് പോരായിട്ട് അത് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് എന്നിട്ട് മാത്രമാണ് അത് ബ്രെയിൻ ഡെത്ത് ആണെന്നുള്ള സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ജോസഫ് സിനിമയിൽ വന്നിരിക്കുന്ന ഏതോ ഒരാൾക്ക് ഇച്ചിരി വലിയ പവർഫുൾ ആയിട്ടുള്ള ഏതോ ഒരാൾക്ക് ഒരു അവയവം വേണം, അതുകൊണ്ട് നേരെ അയാളുടെ അവയവം എടുത്താൽ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം ഈ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അലോക്കേഷൻ, ഓർഗൻ അലോക്കേഷൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു കമ്പ്യൂട്ടറൈസ്ഡ് സെൻട്രൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ആ ഒരു കുറച്ച് ക്രൈറ്റീരിയ അനുസരിച്ച് അത് മുഖാന്തരമാണ് ഓരോ വ്യക്തിക്കും അവയവം പോകുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് എനിക്കിപ്പോൾ ഈ മുഹൂർത്തത്തിൽ ഒരു അവയവം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോഴും അവരുടെ എൻ സ്റ്റേജ് ഓർഗൻ ഫെയിലിയർ വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് അധികം നാൾ അവരൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ മുന്നോട്ട് പോവില്ല എന്ന മെഡിക്കൽ ബോർഡ് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ട്രാൻസ്പ്ലാന്റേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഓടിപ്പോയിട്ട് ഒരാളുടെ അവയവം എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല, കാരണം ഈ ലിസ്റ്റിന് നമുക്ക് മറികടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും സുതാര്യമായിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ കുറച്ച് തെറ്റിദ്ധാരണകൾ മൂലം ആൾക്കാർ ഇതിനൊരിക്കലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവയവം ദാനം ചെയ്യാൻ, മരണാനന്തര അവയവം ദാനം ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കേസോട്ടോ, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, കേസോട്ടോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഓർഗൻ ഡൊണേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അധികം ആൾക്കാർ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അതിനകത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എൻ്റെ അവയവം എടുത്തോളൂ എന്ന് പറയാനുള്ളൊരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത്. അപ്പോൾ നമ്മളൊരു കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലെ ബന്ധുക്കളോട് ഓൾറെഡി സൂചിപ്പിച്ച് വെക്കേണ്ടതാണ്. കാരണം എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് അവരോട് സൂചിപ്പിച്ച് വെക്കേണ്ടതാണ്. കാരണം അവരാണ് നിങ്ങളുടെ ആഗ്രഹം ആ സമയത്ത് നിറവേറ്റേണ്ടത്. ഓക്കെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ ആരെങ്കിലും അവയവദാനം
വിവാഹത്തിന് വേണ്ടി സമ്മതപത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കമ്പൽഷനും ഇല്ല. ഈ ഒരു സമ്മതപത്രം കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങളുടെ അവയവദാനത്തിന് നിങ്ങൾ മാൻഡേറ്ററി ആണ് എന്നുള്ള ഒരു പ്രശ്നമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഡിസിഷൻ മാറ്റാൻ തോന്നുന്നത് ആ സമയത്ത് നിങ്ങളുടെ വീട്ടുകാരോട് ജസ്റ്റ് പറഞ്ഞാൽ മതിയോ, ഞാൻ ആ കൺസെൻറ്റ് മാറ്റിയിട്ടുണ്ട്, ഇനി എൻ്റെ അവയവം ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് വേറെ നിയമപരമായിട്ടുള്ള നൂലാമാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. പിന്നെ ചിലരുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ്, ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം എപ്പോഴും അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അവയവദാനത്തിനായിട്ട് മുന്നിട്ട് വരാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ അവർ പറയും അവർ വിചാരിക്കുന്നത് ഈ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിൽ അവയവങ്ങളെല്ലാം എടുത്തിട്ട് അവരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോക്കേഷൻ ലിസ്റ്റ് അനുസരിച്ച് പല പല ഓർഗൻസ്, ഹാർട്ടിനോ പാൻക്രിയാസിനോ സ്മോൾ ഇൻറ്റെസ്റ്റൈനോ കിഡ്നിക്കോ ഒക്കെ വേണ്ടി പല ആൾക്കാരെയും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വിളിച്ച് അവരുടെ ക്രോസ് മാച്ചിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഓർഗൻ റിട്രീവലും അതിൻ്റെ അലോക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഏകദേശം 24 മണിക്കൂർ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാരണം ചിലർ പറയും, അയ്യോ ഞങ്ങൾ മരണാനന്തര ചടങ്ങുകൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പോയി, അപ്പോൾ ഇനി പറ്റില്ല എന്നുള്ളത് പറയും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പ്രീ ഇൻഫോംഡ് ആയിരിക്കണം. ഇൻ ദ ലോങ് റൺ നമ്മളിലൂടെ പലരും ജീവിക്കും എന്നുള്ളതിനാൽ തന്നെ ഈ ഒരു ചെറിയൊരു വെയിറ്റിംഗ് അവേഴ്സ് പിന്നീട് അത് അത്ര പ്രശ്നമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഓക്കെ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ കുറച്ച് പേരെങ്കിലും ഇതിനോട് ഇപ്പോഴും വളരെയധികം മുന്നിട്ട് വരുന്നവരുണ്ട്. ഇതിപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് നടന്ന ഒരു സർജറി, ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞു. 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഇതൊരു ടീച്ചറായിരുന്നു, ഡാലിയ ടീച്ചർ ആക്ച്വലി ഇതിന് പണ്ട് മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ വീട്ടുകാരോടൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറിലൂടെ 5 പേർക്ക് പുതുജീവനേകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം നിങ്ങളും മനസ്സിലാക്കി ഇതിന് മുന്നിട്ടിറങ്ങും, അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത അറിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തുടർന്നുള്ള എല്ലാ പരിപാടിക്കും എൻ്റെ ആശംസകൾ. ഓക്കെ.